എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. പുതിയ SSCRT-യുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കേണ്ട ലെസൺസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലെസൺസ് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കണം. കേരള ജോഗ്രഫി നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പുതിയ SSCRT ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടക്കുകയാണ്. ബയോളജിയിൽ 13 ലെസൺ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഏതാണ്? ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് എടുക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യയിലെ കാർഷിക വിളകളെ കുറിച്ചിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഓർഡർ ആയിട്ട് തന്നെ ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ തീർക്കാം കേട്ടോ. അപ്പൊ കൂടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും താഴെ കമന്റ് ചെയ്തുകൊണ്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടും നിങ്ങളുടെ പൂർവാധികം നല്ല രീതിയിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് SSCRT ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് അല്ലെ. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ്? ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചെയ്യുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ എന്താണ് ഭൂഖണ്ഡം? അപ്പൊ നമ്മൾ എപ്പോഴും പറയും കോണ്ടിനെന്റൽ എന്താണ്, കോണ്ടിനെന്റല്, അതുപോലെ സബ് കോണ്ടിനെന്റൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഭൂഖണ്ഡം? ആദ്യം നമ്മൾ ഭൂഖണ്ഡം പഠിക്കണം അല്ലെ. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നും വിളിക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര എന്നതിന്റെ കറക്റ്റ് മലയാള മീനിങ് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? കരയുടെ കഷ്ണങ്ങൾ എന്നാണ്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ, ചിലപ്പോൾ നാളെ ചോദ്യം വരാം, ഈ ഒരു ചോദ്യം വരാം, എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു പേരാണ് വൻകരകൾ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താണ്? കരയുടെ കഷ്ണങ്ങൾ എന്നാണ്. അപ്പൊ ഈ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് ഉയരമേറിയ പർവ്വതങ്ങളാലും വിശാലമായ സമതലങ്ങളാലും വിസ്തൃതിയേറിയ മരുഭൂമികളാലും പീഠഭൂമികളാലും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? 7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡമാണ്. ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അപ്പൊ എന്താണ് കോണ്ടിനെന്റൽ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സബ് കോണ്ടിനെന്റൽ ആണ് അല്ലെ. അതായത് ഉപഭൂഖണ്ഡം എന്താണ് എന്ന് പഠിക്കണം. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് പഠിച്ചു? കോണ്ടിനെന്റലിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് സബ് കോണ്ടിനെന്റിലേക്ക് കടക്കാലോ. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന ഒരു ഭൂവിഭാഗമാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് ഒരു ചോദ്യമായിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. തെക്കു ഭാഗത്താണ് എന്നുള്ളതും പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് പാമീർ പീഠഭൂമിയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെ. ആ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയുള്ളതായിരിക്കും? ഉന്നതമായ പർവ്വത ശിഖരങ്ങളും വിശാലമായ സമതലങ്ങളും മരുഭൂമി പ്രദേശങ്ങളും കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളും തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അവിടെ ഒക്കെ ആയാലോ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി എന്തൊക്കെയാണ്? വടക്കു ഭാഗം അല്ലെ.
അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിക്കും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക? ആ വടക്കു ഭാഗത്ത് അല്ലെ, അങ്ങനെയാണ് ആ വടക്കു ഭാഗത്ത് ഇവിടെയാണ് എന്ത് വരുന്നത്? ഹിമാലയ പർവ്വതം വരുന്നത് അല്ലെ. ഈ കിഴക്കൻ ഭാഗത്ത്, അതായത് അരുണാചൽ പ്രദേശ് ആണ് അല്ലെ, ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഇവിടെയാണ് ഏത് കാണപ്പെടുന്നത്? അരക്കൻ പർവ്വതനിരകൾ കാണപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം ഗുജറാത്ത് അല്ലെ, പടിഞ്ഞാറ് ഗുജറാത്ത് ആ ഭാഗങ്ങളിൽ എവിടെയാണ്? ഹിന്ദുക്കുഷ് മലനിരകൾ അല്ലെ, പടിഞ്ഞാറ് ഭാഗത്തെ ഹിന്ദുക്കുഷ് ആണ്. തെക്കു ഭാഗത്താണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്ന. 4 ചോദ്യങ്ങളും PYQ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്താണ് ഹിമാലയ പർവ്വതം, കിഴക്കൻ ഭാഗത്താണ് അരക്കൻ പർവ്വതങ്ങൾ, പടിഞ്ഞാറ് ഭാഗത്തെ ഹിന്ദുക്കുഷും തെക്കു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. അപ്പൊ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഓക്കെ ആയോ? ഇല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വീഡിയോ കേൾക്കാനായിട്ട് ബാക്കോട്ട് പോയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മനസ്സിരുത്തിയിട്ട് ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു മനസ്സിലാക്കുക. അവിടെ ഭൂഖണ്ഡം എന്താണ് എന്ന് പറഞ്ഞു, നമ്മൾ 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിച്ചു, നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് എന്ന് പഠിച്ചു, അവിടെ ഓക്കെ ആക്കി. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു, ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ് എന്ന് പഠിച്ചു, ആ ഉപഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു, ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനിലാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഏത്? പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. പാമീർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നു. അതേപോലെ ഏതാണ് ഈ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്? ടിയാൻഷാനും കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം എന്ന് പറയുന്നത് പാമീർ പീഠഭൂമിയാണ് കേട്ടോ. ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് ഇതൊക്കെ എന്താണ്? പർവ്വത നിരകളാണ്. ഇതെല്ലാം സംഗമിക്കുന്നത് പാമീർ പീഠഭൂമിയിലാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗം പാമീർ പീഠഭൂമിയാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം അല്ലെ, ഏതെങ്കിലും നമ്മള് രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടോ? അമേരിക്കൻ മഹാസമുദ്രം അല്ലെങ്കിൽ ബ്രിട്ടൻ മഹാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ? ഇല്ല, ആകെ നമ്മുടെ രാജ്യത്തിന്റെ മാത്രമാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ വടക്കു ഭാഗം എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഇവിടെ ഏതാ പറഞ്ഞ? അരക്കനാണ് പറഞ്ഞു. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഹിന്ദുക്കുഷാണ് എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ ഈ വടക്കു ഭാഗത്ത് കാണുന്ന പർവ്വതനിരകൾ ഹിമാലയൻ പർവ്വതമാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിൽ തന്നെ എന്താണ് ഏതൊക്കെ പർവ്വതനിരകൾ? അവിടെ ഹിമാലയൻ പർവ്വതത്തിൽ ഒരുപാട് പർവ്വതനിരകൾ ഉണ്ടാവും അല്ലെ. അത് നോക്കാം. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര, അതേപോലെ ഉത്തര മഹാസമുദ്രം. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കണം, പാകിസ്ഥാനിലായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലായിട്ട് അല്ലെ, ഈ ഭാഗമാണ് കേട്ടോ. ഇതാണ്, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറ് കേട്ടോ, വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര കാണപ്പെടുന്നത്. അപ്പൊ ഹിന്ദുക്കുഷ് എവിടെയാ? പാകിസ്ഥാനിലാണ്. അതേപോലെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വതനിര. പ്രീവിയസ് ചോദ്യമാണ്. ഹിമാലയ പർവ്വത സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും നേപ്പാളും ഭൂട്ടാൻ അതിർത്തിയുള്ള രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഉത്തര മഹാസമതലം കാണപ്പെടുന്നതും എവിടെയാണ്? വടക്കു ഭാഗത്താണ്. എന്നാൽ ഈ ഉത്തര മഹാസമതലം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്തായി ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. എല്ലാം പ്രീവിയസ് ചോദ്യമാണ്. ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോൾ ഏതൊക്കെ നദികൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് അല്ലെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാൽ ആണ് ഈ വിശാലമായിട്ടുള്ള ഈ സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സമതലം എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതനിരകൾക്ക്, ഇതൊരു ചോദ്യം, പ്രീവിയസ് ചോദ്യമാണ്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്തായിട്ട് ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇത് വ്യാപിച്ച് കിടക്കുന്നു.
ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് ആണ്, പഠിക്കണം. ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. കാരണം എന്താ? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്കൽ സമതലങ്ങളാൽ നിക്ഷേപം കൊണ്ടാണ് എന്ന് പറഞ്ഞു അല്ലേ? എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ എന്താ? ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, നിരപ്പാണ്, അതുകൊണ്ടാണ് കൃഷികൾക്കൊക്കെ സാധ്യമായ ഒരു സ്ഥലമാണ്. നദികളാൽ ജലസമൃദ്ധമാണ്, ജനനിബിഡമാണ്. മനസ്സിലായോ? ജനങ്ങൾ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന സ്ഥലമാണ്, നല്ല മണ്ണുണ്ട്, അതുപോലെ നിരപ്പാണ് ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമതലം ഏതാണ്? ഉത്തരേന്ത്യൻ മഹാസമതലമാണ് കേട്ടോ. അതവിടെ പഠിച്ചു വെക്കണേ, നന്നായിട്ട് ഉത്തരേന്ത്യൻ സമതലം പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം, പ്രീവിയസ് ചോദ്യമാണ്, പീഠഭൂമിയാണ് കേട്ടോ. ഉത്തര മഹാസമതലത്തിന്റെ തെക്കുഭാഗം പീഠഭൂമിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരം. ത്രികോണാകൃതിയിലുള്ള ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. പ്രീവിയസ് ചോദ്യമാണ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ത്രികോണ ആകൃതിയാണ് കേട്ടോ. ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ്. ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഇനി താർ മരുഭൂമി അല്ലെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി, വടക്ക് പടിഞ്ഞാറ് നമുക്കറിയാം, രാജസ്ഥാനിലെ ഗുജറാത്ത്, അതേപോലെ നോക്കിക്കേ, വടക്കു പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി എന്ന് പറയുന്നത്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജനങ്ങൾ. മരുഭൂമിയാണ്, മഴയുടെ ലഭ്യത കുറവാണ്, അപ്പൊ അവിടെ എന്ത് ചെടികളെ ഉണ്ടാകുള്ളൂ? കള്ളിമുൾച്ചെടിയും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ എന്താണ്? വരണ്ട ഭൂപ്രദേശമായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് താർ മരുഭൂമി എന്നുള്ളത്. ഇവിടെ സെക്ഷൻ തിരിച്ചു തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപ രാഷ്ട്രങ്ങൾ ഏതാണ്? ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങൾ? പ്രീവിയസ് ചോദ്യമാണ്. മാലദ്വീപും ശ്രീലങ്കയുമാണ് കേട്ടോ. മാലദ്വീപും ശ്രീലങ്കയും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ചെറിയ ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപ സമൂഹങ്ങൾ എന്ന് വെച്ചാൽ മാലദ്വീപും ശ്രീലങ്കയും. അതിൽ ചെറുത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ്. അതേപോലെ ഇവിടെ ജനജീവിതത്തെ സൂചിപ്പിക്കുന്ന തന്നിട്ടുണ്ട്, ഇത് മരുപ്രദേശമാണ്, വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ? ഇവിടെ തീരപ്രദേശമാണ് അല്ലെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ, എങ്ങനെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഒന്ന് പഠിച്ചോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ്. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. മനസ്സിലായോ? സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉപഭൂഖണ്ഡത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ വ്യാപകമായ മഴയ്ക്ക് കാരണം ആകുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് ഉത്തരായന കാലത്തെ കാര്യമാണ്. ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉപഭൂഖണ്ഡത്തിന് മുകളിൽ ആയിരിക്കും. ഒരു പോയിന്റ് പഠിച്ചു അല്ലെ. പിന്നെ എവിടുത്തെ വായുവാണ് ചൂട് പിടിക്കുന്നത്? കരഭാഗത്തെ അല്ലെ. ആ കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അപ്പൊ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ തെക്കു പടിഞ്ഞാറ് ദിശയില് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകും. അങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെ. അതായത് ജൂൺ മാസം മെയ് മാസം ആകുമ്പോഴേക്കും മഴ വരുന്നത് ഏത് മഴയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ. മൺസൂൺ മഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇപ്പൊ മെയ് മാസം ജൂൺ മാസം ആകുമ്പോൾ മഴയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണം എന്താണ്? ആ കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുകയും തെക്കു പടിഞ്ഞാറ് ദിശയിൽ എവിടെ നിന്ന്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള കാറ്റിലെ ഈർപ്പം നിറഞ്ഞ കാറ്റ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മെയ് ജൂൺ മാസങ്ങളാകുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് മഴ ലഭ്യമാകുന്നത്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കണം. ഇനി
നമുക്കറിയാം തുലാവർഷം അല്ലെ, തുലാമഴ അനുഭവപ്പെടും അല്ലെ. അതിന് കാരണം എന്താണ്? അത് ദക്ഷിണായന കാലത്താണ് അല്ലെ. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്ര ഉപരിതലത്തിലെ വായു ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. നമുക്കറിയാം തുലാമഴ നമുക്കറിയാം കൂടുതലായിട്ട് തെക്ക് തുലാവർഷം കിട്ടുന്നത് പോലെ കിട്ടോ? ഇല്ല. കാരണം മഴയുടെ അളവ് കുറവായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു അല്ലെ. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെ, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ തുലാവർഷമാണ്. ഈ തുലാവർഷം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയെന്ന് അറിയാം? തമിഴ്നാട്ടിലാണ് ധാരാളം മഴ ലഭിക്കുന്നത് ആ സമയത്താണ് അല്ലെ. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഡാഷ് എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? ഋതുക്കൾ അല്ലെ. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം പ്രീവിയസ് ചോദ്യമാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. അറബ് കേട്ടോ, അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം 5 പഠിച്ചു വെച്ചോ കേട്ടോ. ഈ 5 ഏതെങ്കിലും മിക്സഡ് ആക്കിയിട്ട് മാറ്റും, വേറൊന്നും കൊണ്ട് ആഡ് ചെയ്യും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ് കേട്ടോ. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്, ഇതൊക്കെ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഇവ ഓരോന്നും സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അക്ഷാംശ സ്ഥാനം എങ്ങനെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എങ്ങനെ, ഭൂപ്രകൃതി എങ്ങനെ, സമുദ്രത്തിന്റെ സാമീപ്യം എങ്ങനെ, കാറ്റ് എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അക്ഷാംശ സ്ഥാനം നോക്കാം. പ്രധാന അക്ഷാംശ രേഖകളിൽ ഒന്നായ ഉത്തരായന രേഖയുടെ വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. മനസ്സിലായോ? പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളിൽ ഒന്നേതാണ്? ഉത്തരായന രേഖയും നമുക്ക് ദക്ഷിണായന രേഖയും നമ്മൾ പഠിക്കുന്നില്ലേ. ആ ഉത്തരായന രേഖയെന്ന് പറയുമ്പോൾ അതിന്റെ വടക്കു ഭാഗത്ത് ഏത് കാലാവസ്ഥയാണ്? മിതമായ ഉഷ്ണ അല്ലെ, മിതോഷ്ണ കാലാവസ്ഥ. തെക്കു ഭാഗത്തോ ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും താപനിലയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഭൂപ്രകൃതി എങ്ങനെയാണ്? കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി വരുന്ന പർവ്വതങ്ങൾ, കാറ്റിന്റെ ദിശയ്ക്ക് എന്ത് ചെയ്യും? അതിന് അഭിമുഖമായിട്ട് പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടാവും അല്ലെ. അത് എന്ത് ചെയ്യും? കാറ്റിനെ തടഞ്ഞു നിർത്തും അല്ലെ. പർവ്വതങ്ങൾ എന്ത് ചെയ്യും? കാറ്റിനെ തടഞ്ഞു നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? മഴ പെയ്യിക്കും. കാറ്റ് തടയപ്പെടാത്ത ഇടങ്ങളിൽ അവ മഴ പെയ്യിക്കാതെ കാറ്റ് അങ്ങോട്ട് കടന്നു പോകും. മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ആരവല്ലി മലനിരകളുടെ ഒരു ഭാഗം മരുഭൂമി ആകാൻ കാരണം ഇതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിന്നാറാണ് അല്ലെ. പ്രീവിയസ് ചോദ്യം കേട്ടോ. ഇനി എന്താണ് സമുദ്രത്തിന്റെ സാമീപ്യം? സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയാണ്. സമുദ്രത്തിൽ നിന്നുള്ള അകലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം സമുദ്രത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സാമീപ്യം ഉണ്ടാകും. അപ്പൊ ആ വെള്ളത്തിൽ നിന്നുള്ള കാറ്റ്, ഈർപ്പമുള്ള കാറ്റൊക്കെ ഉണ്ടാകും. അപ്പൊ അവിടുത്തെ കാലാവസ്ഥ ആർദ്രമായിരിക്കും. എന്നാൽ സമുദ്രത്തിൽ നിന്ന് വിട്ടു പോകുന്തോറും ആ ജലത്തിന്റെ എന്താണ് ഇത് അനുഭവപ്പെടാതാവും അല്ലെ. അപ്പൊ എന്താകും? വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഭൂപ്രകൃതി നന്നായി പഠിക്കണം. കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് പർവ്വതങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തും അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആ താഴെ ഭാഗങ്ങളിൽ ധാരാളം മഴ ലഭിക്കും കേട്ടോ. എന്നാൽ കുറച്ച് കാറ്റൊക്കെ എന്ത് ചെയ്യും? കാറ്റ് വീശുന്ന സമയത്ത് ചിലപ്പോൾ പർവ്വതങ്ങൾ ഇല്ലാത്ത ഭാഗത്താകുമ്പോൾ കാറ്റ് എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ മഴ കുറവായ പ്രദേശങ്ങൾ എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി കാറ്റ് എങ്ങനെയാ? കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖ വടക്കും തെക്കും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയാണ്? ഉത്തരായന രേഖ വടക്കു ഭാഗത്തെ പ്രീവിയസ് ചോദ്യമാണ്. മിതോഷ്ണ കാലാവസ്ഥയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയാണ്. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചോ. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥ, മിതമായ ഉഷ്ണം. എന്നാൽ തെക്കു ഭാഗത്ത് വരണ്ട, അതായത് ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. മനസ്സിലായോ? ഉഷ്ണമേഖലയില് അതായത് ഉത്തരായന രേഖയുടെ
ഇവിടെ തെക്കു ഭാഗത്താണ് നമ്മൾ പറഞ്ഞ ഉഷ്ണമേഖല എന്ന് പറഞ്ഞത് അല്ലെ. ആ ഉഷ്ണമേഖലയിൽ എന്താണ് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഒക്കെ താപനില എന്തായിരിക്കും? പൊതുവെ ഒരു മിതമായിട്ടായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കയറി വരും കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് മാർക്കുകൾ പോകാൻ പാടില്ല. അപ്പൊ ഉഷ്ണകാലത്ത് എന്ന് പറയുന്ന സമയത്ത്, അതായത് ഉത്തരായന രേഖയുടെ എവിടെ തെക്കു ഭാഗത്താണ് ഉഷ്ണ മേഖല എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ നമ്മൾ പറഞ്ഞു വടക്കു ഭാഗത്താണ് അല്ലെ എന്ത് മിതോഷ്ണ മേഖല എന്നും പറഞ്ഞു. അതിൽ ഉഷ്ണകാലത്താണെങ്കിൽ എന്താണ് ഉഷ്ണമേഖലയിൽ എങ്ങനെയായിരിക്കും? ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഒക്കെ ആ ചൂട് എപ്പോഴും എന്തായിരിക്കും? ഒരു മിതമായിട്ടായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ അങ്ങനെയല്ല. ശൈത്യകാലത്തും വരണ്ടകാലത്തും ഒക്കെ എങ്ങനെയായിരിക്കും? താപനിലയിൽ വ്യത്യാസം വളരെ വളരെ കൂടുതലായിരിക്കും കേട്ടോ. ഇനി മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? എന്താ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് തണുപ്പില്ലാത്തത്? അവിടെ മാത്രം നമ്മൾ പറയും മൂന്നാർ പോകണം, ഊട്ടി പോകണം എന്ന് പറയും. അവിടെ എന്താ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില എന്താണ്? കുറയാണ്. അതിനാൽ മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി എന്താണ് മഴനിഴൽ പ്രദേശം? പഠിച്ചതാണ്. പർവ്വതങ്ങൾ കാറ്റിനെ തടയാത്ത ഇടങ്ങളിൽ അവ മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. മഴ കുറഞ്ഞ ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് ഉയരം കുറഞ്ഞ പർവ്വതങ്ങളുണ്ട്. അപ്പൊ ഈ കാറ്റിന് എന്ത് ചെയ്യും? ഈ പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തും. എന്നാൽ വേറൊരു ഭാഗത്ത് ഇങ്ങനെ കാറ്റുകൾ, അപ്പൊ എന്ത് ചെയ്യും? ഈ കാറ്റിന് തടഞ്ഞു നിർത്തും. ഈ കാറ്റിന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ധാരാളം മഴ വരും. എന്നാൽ ഇങ്ങനെ കാറ്റ് പോണ സമയത്ത് ഇവിടെ പർവ്വതങ്ങളൊന്നുമില്ല. അപ്പൊ കാറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒന്നും മഴ ഉണ്ടാവില്ല. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ മഴ കുറവാണ് കേട്ടോ. ഇനി രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ആരവല്ലി പർവ്വനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ, കണ്ടോ അവിടെ പർവ്വതങ്ങൾ എന്താണ്? ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് എന്താണ്? കാറ്റ് വീശുന്ന സമയത്ത് അവിടെ തടസ്സങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് മഴ പെയ്യാതെ കാറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പർവ്വതനിരകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാറ്റിന് തടഞ്ഞു നിർത്തും. അപ്പൊ അവിടെ മഴ പെയ്യും. എന്നാൽ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറുന്നതിന് കാരണം ഇതാണ് കേട്ടോ. ഇനി കാർഷിക കാലങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓരോ കാർഷിക വിളയും വിധിക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് അല്ലെ. നമ്മൾ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ കാർഷിക കാലങ്ങളുണ്ടോ? ഇല്ല അല്ലെ. ഓരോരോ സമയത്തും ഓരോരോ കാർഷിക രീതികളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. അതിൽ നമ്മുടെ ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണ്. എത്രയാണ്? പ്രീവിയസ് ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാർഷിക കാലം 3 അതിൽ ഖാരിഫ്, റാബി, സെയ്ദ് അല്ലെ. ആ ഖാരിഫ് പ്രീവിയസ് ചോദ്യങ്ങൾ എല്ലാം നന്നായിട്ട് സെറ്റുകൾ പഠിച്ചിരിക്കണം. നമ്മൾ എത്ര നേരം എടുത്ത കാര്യങ്ങളെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ഖാരിഫ് എന്താ? ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഖാരിഫ് കാർഷിക കാലം തുടങ്ങുക. ആ സമയത്ത് വിളവെടുക്കുന്ന കൃഷികൾ ഏതൊക്കെയാന്ന് പഠിക്കണം. ഇത് ഓരോന്ന് സെക്ഷൻ തിരിച്ച് പഠിച്ചോളണം. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര ഇതൊക്കെ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ്. ആ കാർഷിക കാലത്തെ പറയുന്ന പേരാണ് ഖാരിഫ്. എന്താണ്? ഖാരിഫ്. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി റാബി, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിള. എന്താ? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് അല്ലെ. എങ്ങനെ നമ്മൾ പറയാ? പയർ, ഗോ ബാക്ക് എന്ന് പറയും അല്ലെ. ഗോ ബാക്ക് എന്ന് പറയും. പയർ എന്താ? റാബി വിളകൾക്ക് ഉദാഹരണമാണ്. ഗോതമ്പ്, ബാർലി കേട്ടോ. ബാർലിയാണ്. കടുക് കേട്ടോ. ഇതെല്ലാം റാബി വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി സെയ്ദാണ് അല്ലെ. വേനൽക്കാലത്താണ് സെയ്ദ് കൃഷി തുടങ്ങുന്നത്. അതായത് പഴങ്ങളും പച്ചക്കറികളും, തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകള് ഇതൊന്ന് പഠിക്കണം കേട്ടോ. ചിലപ്പോൾ ഇത് തരുമ്പോ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സെയ്ദ് വിളയ്ക്ക് ഉദാഹരണമാണ്. ഏത് കാലത്താണ്? വേനൽക്കാലത്താണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിന്റെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഖാരിഫാണ്. ഖാരിഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പറഞ്ഞത്? ജൂൺ ജൂലൈ മാസങ്ങളിൽ. എന്താ ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രത്യേകത നമ്മളിപ്പോ പഠിച്ചത്?
എന്താ പഠിച്ചത്? തെക്കു പടിഞ്ഞാറ് മൺസൂൺ അല്ലെ, മൺസൂൺ മഴ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. തെക്കു പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. ഇനി റാബി, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇതവിടെ ഈ ഒരു ചോദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗോതമ്പ് വിളയ്ക്ക് അനുയോജ്യമായത് അല്ലെങ്കിൽ റാബി കാലഘട്ടത്തിന് ആവശ്യം മിതമായി മാത്രം ട്ടോ. ഊഷ്മാവും ജലവും ഒക്കെ എത്രയേ പാടുള്ളൂ? മിതമായി മാത്രമേ റാബി വിളയ്ക്ക് പാടുള്ളൂ ട്ടോ. ഇനി സയ്ദ്, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ മാത്രമാണ് സെയ്ത് വിളകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ നോക്കിക്കേ, തുണിത്തരങ്ങൾ, ബാഗ്, ചാക്ക് തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ് കേട്ടോ. നാരുവിളകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി എണ്ണക്കുരുക്കളുണ്ട്. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ എണ്ണക്കുരു വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി മറ്റു വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് നാരുവിള, തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. നാരുവിളകൾ ഇത് പഠിക്കണം കേട്ടോ. ഇനി എണ്ണക്കുരുക്കളിൽ വരുന്നത് ഭക്ഷ്യെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. ആ എണ്ണക്കുരു വഴിയാണ് എന്ത് ചെയ്യും? നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എണ്ണ ഉണ്ടാക്കുന്നത്. നിലക്കടലിൽ നിന്ന് എണ്ണ ഉണ്ടാക്കും അല്ലെ, കടുകെണ്ണയുണ്ട് അല്ലെ, സോയാബീനിൽ നിന്ന് എണ്ണ ഉണ്ടാക്കും, സൂര്യകാന്തി എണ്ണ, സൺഫ്ലവർ ഓയിൽ പറയാറില്ലേ, ഇതൊക്കെ എന്താണ്? എണ്ണക്കുരുക്കളാണ്. അതുപോലെ മറ്റു വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ വിളകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും എന്താണ്? തോട്ടവിളകളാണ് കേട്ടോ.